ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശും നയനയും കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാരനോട് പറയാം, സാർ ഇതാണ് വണ്ടിയുടെ നമ്പർ. അപ്പോൾ ശരി ആദർശ്, ധൈര്യമായിട്ടിരിക്കും, ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CI പറയണത് കേട്ടതും ആദർശും നയനയും കാറിൽ കയറി പോവുക. ഇതേ സമയം പിന്നീട് ആകെ ടെൻഷൻ അടിച്ച് നടക്കുക നമ്മുടെ ജാനകി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ജാനകിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് ഒരു വഴിയായി. എൻ്റെ ജാനകി, നീ ഒന്ന് സമാധാനിക്കേ, അവൾക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവില്ല, അവൾ ചെറിയ പെൺകുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അത് കേട്ടതും എനിക്ക് നല്ല പേടിയുണ്ട് അജയേട്ടാ, എൻ്റെ മനസ്സിൽ നല്ല വീർപ്പ് മുട്ടലുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചു, അതൊന്നും ഞാൻ അജയേട്ടനോട് പറഞ്ഞില്ല, പക്ഷെ പറയണം, പറയാതിരിക്കാൻ വേറെ വഴിയില്ല അജയേട്ടാ. എന്താ ജാനകി, എന്താ പ്രശ്നം? എന്താണെങ്കിലും നീ പറ. എനിക്ക് നല്ല പേടിയുണ്ട് അജയേട്ടാ, എൻ്റെ അനാമികമൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഈ കുടുംബത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. എന്താ ഇപ്പോൾ ഉണ്ടായത്? അത് പിന്നെ നമ്മുടെ മോൻ എന്തുകൊണ്ടാണ് ഈ കല്യാണം വേണ്ടാന്നും പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയാമോ? എന്തുകൊണ്ടാ എന്നും ചോദിക്കുകയാണ് അജയൻ. അത് വേറൊന്നുമല്ല, ആ നന്ദു, അവള് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. നന്ദു കാരണോ? നന്ദുവും അനിയും നല്ല ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ നീ തെറ്റിദ്ധരിക്കുന്നേ? ഇത് തെറ്റിദ്ധാരണയല്ല, സത്യമാ, ഞാൻ പറയുന്നത് മുഴുവനും സത്യ. അനിയും നന്ദുവും തമ്മിൽ സ്നേഹത്തിലാണ് അജയേട്ടാ, അതുകൊണ്ടാ ഈ കല്യാണം വേണ്ടാന്ന് അനി പറയുന്നത്. അനിയുടെ കല്യാണം ഫിക്സ് ചെയ്ത അന്ന് മുതൽ നന്ദുവിന് ആകെ വിഷമവും ആയത്. ഇപ്പം തന്നെ കണ്ടില്ലേ അവൾ ഇവിടുന്ന് പോയത്? അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യം അജയേട്ടാ, എനിക്ക് നല്ല സംശയമുണ്ട്. അനാമിക മോളെ നന്ദുവിൻ്റെ ആൾക്കാരെന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കും ജാനകി. അത് കേട്ടതും ജാനകിക്ക് നല്ല ടെൻഷനായി. അപ്പോഴാണ് അനി വരുന്നത് കാണുന്നത്. അനി വരുന്നുണ്ട്. ജാനകി അജയേട്ടനൊരു കാര്യം ചെയ്യും, അനിയോട് ചോദിച്ചു നോക്ക് അനാമികയെക്കുറിച്ച്. അപ്പോൾ അവരെന്താ പറയുന്നത് നോക്കാം. ഞാനില്ല ഇനി ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം ചേട്ടാ, എന്നാലല്ലേ മനസ്സിലാവൂ എന്നൊക്കെ പറയുമ്പോൾ അനി വരിക. എടാ അനി, എന്താ വെച്ചാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയാ കാണാതായിരിക്കുന്നത്, എന്നിട്ട് നിനക്കൊരു കൂസലും ഇല്ലല്ലോ. അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, അവള് എവിടെയെങ്കിലും കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോയി കാണും, അതിനിപ്പോൾ ഞാൻ അന്വേഷിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ അനി. അത് കേട്ടത് അജയൻ. എടാ, നീ കെട്ടാൻ പോകുന്ന പെണ്ണാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പ്രശ്നം മുഴുവനും നിനക്കേ വരൂ. അതറിയാതെയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ അച്ഛാ, ഞാൻ അവക്കടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, ആദർശേട്ടനും നയനടുത്ത് അന്വേഷിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ അന്വേഷിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി അങ്ങ് ഒഴിഞ്ഞു മാറുക. അനി ഒഴിഞ്ഞു മാറിയതും കണ്ടില്ലേ, ഇപ്പം മനസ്സിലായില്ലേ എന്താ സംഭവിച്ചതെന്ന്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നന്ദുവാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ, അനാമികയെ കാണാത്തതിൻ്റെ പിന്നിൽ നന്ദു തന്നെയാ എന്നൊക്കെ ജാനകി പറയുക. ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് അജയന് നിൽക്കുകയാണ്. ഈശ്വര, ജാനകി പറയുന്നതൊക്കെ സത്യമാവുകയാണല്ലോ. അനിയും അനാമികയും തമ്മിൽ ഒരു ബന്ധമില്ലാതാകുമോ? അങ്ങനെ ആകാൻ പാടില്ല, അച്ഛൻ കൊടുത്ത വാക്കാ, ആ വാക്ക് തെറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും നയനെയാണ്. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നയന, ആദർശേട്ടാ ഒന്ന് വണ്ടി നിർത്തിക്കേ. എന്താ നയനെ, ഒന്ന് നിർത്ത്. അപ്പോൾ ആദർശ് വണ്ടി നിർത്തിയതും രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ കിടക്കുന്നത് അനാമികയുടെ വണ്ടിയല്ലേ? അത് കേട്ടതും ശരിയാണല്ലോ, ഇവിടെ വല്ല ബ്യൂട്ടി പാർലറും ഉണ്ടോ നയനെ? എനിക്കറിയില്ല ആദർശേട്ടാ. ചിലപ്പോൾ ഇനി അവളുടെ കൂട്ടുകാരുമൊത്ത് വല്ല പാർട്ടിക്കോ മറ്റോ പോയി കാണും. അങ്ങനെയുള്ള ആളൊന്നും അല്ല അനാമിക എന്നും നയന. അത് കേട്ടതും എനിക്ക് നല്ല സംശയമുണ്ട്, ഈ കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ മുതൽ അനി അത് മുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി അതിൻ്റെ പിന്നിൽ അനാമികയ്ക്ക് വല്ല ചീത്ത സ്വഭാവം ഉണ്ടോയെന്ന് ആർക്കറിയാം? അതൊന്നും അറിയില്ല ആദർശേട്ടാ. ഇപ്പം നമ്മുടെ ആവശ്യം അനാമികയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മളിങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല. ആദർശേട്ടനൊരു കാര്യം ചെയ്യ്, CAയെ വിളിച്ച് വിവരം പറ എന്നൊക്കെ പറയണം. നമ്മളൊന്ന് അന്വേഷിച്ചിട്ട് പോരെ? അതിന് എവിടെ പോയി നമ്മൾ അന്വേഷിക്കാനാ? ഇനി ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവൾ എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നയനയും ആദർശം ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് കാറിൽ കയറിയവർ പോകുന്ന വഴി CAയെ ഒന്ന് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ CA, എന്താ ആദർശ്? അതെ സാർ, ഞാൻ അനാമികയുടെ കാർ ഇവിടെ കണ്ടായിരുന്നു. അനാമികയുടെ കാറോ? എവിടെയായിട്ട്? അത് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തില്ലായിരുന്നോ സാർ? അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറത്ത്. ആണോ? എന്നിട്ട് എവിടെയത് എന്താ അവിടെ വണ്ടി വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാണോ? വെറുതെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് സാർ. ഇനി അനാമിക കൂട്ടുകാരികളുടെ ഒപ്പം ആരെങ്ങളുടെ ഒപ്പം കറങ്ങാൻ പോയതായിരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ എടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ സാർ. ഫോൺ എടുക്കാമല്ലോ.
അതും ശരിയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്, അനാമികയുടെ ഫോണിലേക്ക് ലാസ്റ്റ് വന്ന ഫോൺ കോൾ കിട്ടിയിട്ടുണ്ട്, അത് ആരുടെയാണെന്നൊന്ന് അന്വേഷിക്കുക എന്നും പറയണം. അത് കേട്ടതും ആദർശ് എന്ന നമ്പർ പറ സാർ. അപ്പോൾ നയന ആ നമ്പർ ഫോണിൽ സേവ് ചെയ്യുന്ന സമയത്ത് ആ നമ്പർ അടിച്ചതും നന്ദു എന്നുള്ള പേര് വരിക. ഈശ്വര, നന്ദു എന്നാണല്ലോ വന്നിരിക്കുന്നത്. നന്ദു അനാമിക എന്തായാലും ചെയ്യോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല. അങ്ങനെ എൻ്റെ അനിയത്തി അനാമിക ഒന്നും ചെയ്യില്ല. ഈശ്വരന്മാരെ, ഒരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നയന ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ശരി സാർ എന്നും പറഞ്ഞ ആദർശ് ഫോൺ കട്ട് ചെയ്തതും നമ്മുടെ നയന ആദർശിനോട്, ആദർശേട്ടാ ഇത് നന്ദുവിൻ്റെ നമ്പറാ. നന്ദുവിൻ്റെ നമ്പറോ? അതെ ആദർശേട്ടാ. അല്ല, നന്ദു നമ്മുടെ വീട്ടിൽ കുറേ ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു വന്നിട്ട്, കല്യാണം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് പോയതിൻ്റെ കാരണം എന്താ? അത് കേട്ടതും അത് എനിക്കും അറിയില്ല ആദർശേട്ടാ. അവളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. കല്യാണത്തിൻ്റെ അന്ന് വരാമെന്നും പറഞ്ഞാൽ പോയത്. ഹേയ് ദൈവമേ, ഇനിയിപ്പോൾ നന്ദു എന്തിനാണ് അവ അനാമികയെ വിളിച്ചത്? അവർ തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. എന്തായാലും ഞാൻ പോയി അത് അന്വേഷിക്കാതെ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ജാനകി അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് വെപ്രാളപ്പെട്ട് നടക്കുക. എന്നാലും അനാമിക മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുതേ ഭഗവാനെ. അവള് ഞങ്ങളുടെ ഈ വീട്ടിലെ മരുമകളാ. ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന കയറി വരിക. നയനയെ കണ്ടതും ജാനകി ചോദിക്കുക, എന്താ അനാമിക മോളെ കണ്ടുപിടിച്ചോ? ഇല്ലളേമ്മേ, കണ്ടുകിട്ടിട്ടില്ല. അനാമിക എവിടെ പോയിന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അനാമിക അവസാനമായിട്ട് വിളിച്ചത് നന്ദുവിനെയാ. അതേളേമ്മയോട് ആരാ പറഞ്ഞേ? ഞാൻ ആദർശിനെ വിളിച്ചിരുന്നു. ആദർശ പറഞ്ഞത് അവസാനമായിട്ട് അനാമിക മോളെ വിളിച്ചിരിക്കുന്നത് നന്ദുവാണെന്ന്. എന്തിനാ നന്ദു അനാമികയെ വിളിച്ചത്? അതറിയില്ലളേമ്മേ, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറയുക. ദേ എൻ്റെ മരുമോളാകാൻ പോകുന്ന കുട്ടി അനാമിക. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നന്ദുവിനെ വെറുതെ വിടില്ല. അവൾ അനാമിക എന്ത് ചെയ്യാനാ ഇളയമ്മേ? അവളെന്ത് ചെയ്യാനാണെന്നൊക്കെ എനിക്കറിയാം. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എൻ്റെ മോൻ അവൻ എന്താണ് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നടക്കുന്നതെന്നും എനിക്കറിയാം. നിൻ്റെ അനിയത്തിയുടെ വിഷമം എന്താണെന്നും എനിക്കറിയാം. അതുകൊണ്ട് നീ കൂടുതലൊന്നും നിൻ്റെ അനിയത്തിയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. എൻ്റെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ അനന്തപുരിയിലെ എല്ലാവരും നിൻ്റെ ശത്രുക്കളായിരിക്കും നയനെ. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നയനെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം കനക അങ്ങോട്ട് വരിക. കനക വന്നതും, എന്താ മോളെ, എന്തു പറ്റി? അമ്മേ, അനാമികയെ കാണുന്നില്ല. അനാമികയെ അന്വേഷിച്ച് ഞാനും ആദർശേട്ടനും പോയതാ. എവിടെയും കിട്ടിയില്ല. അവളുടെ കാറ് മാത്രം കണ്ടു കിട്ടി. എവിടെ പോയെന്ന് ഒരു പിടിയില്ല. എന്താ സംഭവിച്ചതെന്നും ഒരു പിടിയില്ല എന്നൊക്കെ പറയണം. എന്ത് സംഭവിക്കാൻ? അവൾ എവിടെയെങ്കിലും ഉണ്ടാവും അമ്മേ. പക്ഷേ പ്രശ്നം മുഴുവനും അനാമിക നന്ദുവിനെയാണ് ലാസ്റ്റായിട്ട് വിളിച്ചത്. നന്ദു അനാമിക എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. അവളെന്ത് ചെയ്യാനാ മോളെ? നന്ദൂട്ടൻ വീട്ടിലുണ്ട്. നന്ദൂട്ടൻ അനാമിക എന്ത് ചെയ്യാനാ? നന്ദൂട്ടൻ വീട്ടിലുണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതൊന്നും എനിക്കറിയില്ലമ്മേ. ഇപ്പം തന്നെ ആനിയുടെ അമ്മ എന്തായാലും ഞാനൊന്ന് പോയി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഈ സമയം കാണിക്കുന്നത് അനാമികയുടെ വീട്ടിലാണ്. അനാമികയുടെ വീട്ടിൽ ആ ഗുണ്ടകൾ രണ്ടുപേരും കൂടെ വരിക. രണ്ടുമൂന്ന് പേരും കൂടെ വരിക. എന്നിട്ട് അനാമികയുടെ അച്ഛൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. അയ്യോ, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, അദ്ദേഹത്തെ ആകെ സങ്കടം പെട്ടിരിക്കുക. എൻ്റെ മോളെ കാണാനില്ല, ഞങ്ങളുടെ മോൾ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. നിൻ്റെയൊക്കെ മോള് എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവളെ ഞാനാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. അയ്യോ, എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാണെന്നോ? എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കടം മേടിച്ചിട്ട് അത് തിരിച്ചടക്കാൻ പണമില്ല. നിൻ്റെ മോളെ ഇപ്പോൾ കുറേ പവൻ കൊടുത്ത് കെട്ടിച്ചു വിടാൻ പോകുമല്ലേ. അത് കേട്ടതും, അയ്യോ, അനന്തപുരിയിലെ പയ്യനുമായിട്ട് എൻ്റെ മോൾ അടുപ്പത്തിലായതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊന്ന് ഞങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്. നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ കടം മുഴുവനും ഞാൻ വീട്ടും. അതെനിക്ക് വിശ്വാസമില്ല, അതിലെനിക്ക് തീരെ വിശ്വാസമില്ല. നീ ആദ്യം എൻ്റെ പൈസ താ, എന്നിട്ട് നിൻ്റെ മോള് കതിർ മണ്ഡപത്തിലേക്ക് വരണമെന്ന് ഞാൻ തീരുമാനിക്കാം. മനസ്സിലായോ? നീയേ എത്ര പവൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എടാ, ഇപ്പം നിനക്ക് അഷ്ടിക്ക് വകയില്ലാന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ അനന്തപുരിയിലെ പയ്യനെ കല്യാണം കഴിച്ച് നിൻ്റെ മോള് സുഖമായിട്ട് ജീവിക്കണമെന്നും ഞങ്ങളുടെയൊക്കെ കടം നീ വീട്ടുമെന്നൊക്കെ സ്വപ്നം കാണുന്നത് തെറ്റല്ലേടാ എന്നൊക്കെ പറയണം. വേറെ വഴിയില്ല, ഞങ്ങൾ പറഞ്ഞല്ലോ പൈസ എങ്ങനെയെങ്കിലും തരാം, പക്ഷേ സഹായിച്ചേ പറ്റൂ. ഇപ്പോൾ ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കല്യാണം കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പിന്നെ ഒരു രൂപയുടെ ഇത് എടുക്കാനുണ്ടാവില്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല.
നീ എന്നോട് മേടിച്ചതും കടം, ഇപ്പോൾ നിന്റെ മകളെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സ്വർണം അത് മേടിക്കാൻ പണം മേടിച്ചതും കടം, എല്ലാം കടം മേടിച്ചു കൂട്ടി. നീ വാക്ക് പാലിക്കാത്തവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പൈസ നീ തിരിച്ചു കൊടുക്കത്തില്ലെന്നും അറിയാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. എൻ്റെ പണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. നിന്റെ മോളെ ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് വിടില്ല. ഇനി നിനക്ക് പോലീസിൽ അറിയിക്കണോ? അറിയിച്ചോ, എനിക്കതിൽ ഒരു പ്രശ്നമില്ല. പോലീസ് വരട്ടെ. അങ്ങനെ ഈ കാര്യം പോലീസുകാരും നാട്ടുകാരും പിന്നെ നിന്റെ മകളെ കെട്ടാൻ പോകുന്ന അനന്തപുരി തറവാട്ടുകാരും ഒക്കെ അറിയും. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ കല്യാണം മുടങ്ങും. നാട്ടുകാരോട് കടവും മേടിച്ച് മുങ്ങി നടക്കുന്ന നിന്നെപ്പോലുള്ളവനൊക്കെ ഇതല്ലാതെ വേറൊരു തിരിച്ചടി തരാനില്ലടാ എന്നൊക്കെ പറയണം. സാർ ചതിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ മോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവളുടെ കല്യാണം ഇപ്പം തടുത്ത് നിർത്തിയാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഞാൻ വരട്ടെ, എൻ്റെ കാശും കൊണ്ടുവാ, അന്നേരം ഞാൻ നിൻ്റെ മകളെ വിട്ടുതരാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുക. ഈ സമയം അനാമികയുടെ അമ്മ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഉള്ള കാലത്ത് എല്ലാം കുടിച്ചു പെറുക്കി പാർട്ടിയും കൂത്തും കോപ്പുമായിട്ട് നടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്, കാശ് ദൂർത്തടിച്ച് കളയരുതെന്ന്. ഇപ്പം എന്തായി? ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്നത് മുഴുവനും എൻ്റെ മോള്. ഈശ്വര, എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് അനാമികയുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ്. അനി ആദർശിനോട് ചോദിക്കുകയാണ്, എന്തായി? അവളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ ആദർശേട്ടാ? വിവരമൊന്നും കിട്ടിയില്ല. അവളുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് അവൾ വിളിച്ചത് നന്ദുവിനെയാ. നന്ദുവിനെയോ? അതെ. നന്ദുവിനെ എന്തിനാ അവൾ വിളിച്ചത്? അതറിയില്ല എന്തിനാ വിളിച്ചതെന്ന്. എന്നാൽ പിന്നെ നന്ദുവിനോട് ചോദിച്ചാൽ മതിയല്ലോ. അനാമിക എവിടെ പോയെന്ന് നന്ദുവിന് അറിയാൻ പറ്റുമല്ലോ. അതിനു വേണ്ടി നയന പോയിട്ടുണ്ട്. എന്തായാലും പോയിട്ട് വരട്ടെ. ഞാൻ എല്ലാവരും കൂടെ എൻ്റെ വെക്കിട്ട് കയറുക. അനാമിക അവളെ കാണാത്തതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടനറിയാലോ എനിക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് ഞാനങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ മുത്തശ്ശനോട് ഞാൻ കാര്യം പറഞ്ഞു തന്നെയായിരുന്നു. മനുഷ്യന് ഇഷ്ടമില്ലാതെ എങ്ങനെയാ ഒരു പെണ്ണിനെ കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നീ ഇങ്ങനെ ഒഴിഞ്ഞു മറിയടാ. നീ അങ്ങനെയൊന്നും പറയല്ലേ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നിൻ്റെ കല്യാണോ? ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുന്നത്? അത് കേട്ടതും ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ അവളൊരു നല്ല പെൺകുട്ടിയൊന്നും അല്ല, തന്നെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരുത്തി. അതുകൊണ്ട് അവളെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു താല്പര്യമില്ല ആദർശേട്ടാ. ശരി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഈ കുടുംബത്തിലുള്ളവരെ വിഷമിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശം പോവുക. ഈ സമയം നയനയാണ് കാണിക്കുന്നത്. നയന നന്ദുവിൻ്റെ അടുത്ത് എത്തുക. നയനയെ കണ്ടതും ചേച്ചി എന്നും പറഞ്ഞ് നന്ദു സന്തോഷത്തോടെ ചാടി എഴുന്നേൽക്കുക. എന്താ മോളെ ഇത്? നന്ദു എവിടെ? സോറി, അനാമിക എവിടെ? അത് കേട്ടതും അനാമികയോ? എനിക്കറിയില്ല. അല്ല മോളെ, അനാമികയെ കാണാനില്ല. കാണാതായിട്ട് കുറച്ച് നേരമായി. പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അനാമിക വിളിച്ചിരിക്കുന്നത് നിന്നെയാ. നീയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അനാമിക എവിടെ പോയെന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം നീയേ തരേണ്ടത്. അത് കേട്ടതും എനിക്കറിയില്ല ചേച്ചി. എന്നെ അനാമിക വിളിച്ചിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത്. അങ്ങനെ ഇറങ്ങിയപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി നിന്നു. ഒരു 1/4 മണിക്കൂർ ഞാൻ നിന്നു. പിന്നെ അവളെ കാണാതായപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. അവളാണെങ്കിൽ ഫോണും എടുത്തില്ല. അങ്ങനെ എടുക്കാതെ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അത്ര നേരം കാത്തു നിന്നിട്ട് കാണാതായതുകൊണ്ട്. അത് കേട്ടതും സത്യമാണോ മോളെ നീ പറയുന്നേ? കള്ളം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ ചേച്ചി? ഞാൻ ചേച്ചിയോട് കള്ളം പറയോ? അനാമികയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് അവളാ. അത് കേട്ടതും ഈശ്വര, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അനാമികയെ കണ്ടുപിടിച്ചേ പറ്റൂ. നിന്റെ ഫോൺ കോളാണ് അനാമികയുടെ മൊബൈലിലേക്ക് ലാസ്റ്റായിട്ട് വന്നതുകൊണ്ട് എല്ലാവരും ഇനി നിന്നെ സംശയിക്കും. അനാമികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നിൽ നീയാണെന്ന് പറയും. അങ്ങനെയായ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ട് അനാമികയെ നമ്മൾ അന്വേഷിക്കണം. അന്വേഷിക്കാതെ വേറെ വഴിയില്ല. അതിനെന്താ ചേച്ചി, നമുക്ക് അന്വേഷിക്കാം വാ. അല്ല ചേച്ചി, ഇനി അനാമികയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടാവുമോ? അതൊന്നും എനിക്കറിയില്ല മോളെ. ഇനി നീ അല്ല പ്രതിയെന്ന് അറിഞ്ഞില്ലേ? ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണല്ലോ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഈശ്വര, എന്തായിരിക്കും പ്രശ്നമൊന്നും ഒരു പിടിയില്ല. നിനക്കറിയാലോ അനന്തപുരിക്കാരുടെ സ്വഭാവം. നമ്മളിപ്പോൾ ഇവിടെ പ്രതികളാവും മോളെ. ഈ കല്യാണം മുടങ്ങിയ എല്ലാം ഒരു പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. ഇപ്പം തന്നെ അനയുടെ അമ്മ എല്ലാം അറിഞ്ഞ മട്ട. അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് അനിയുടെ അമ്മ അനാമികയെ കണ്ടില്ലെങ്കിൽ ആ കാര്യം മുഴുവനും അനന്തപുരിക്കാരോട് പറയും. ഇപ്പം അനിയുടെ അമ്മ നമ്മുടെ ആദർശേട്ടൻ്റെ അപ്പച്ചിയെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നതൊക്കെ. എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള അവരുടെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് അനാമികയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ആ ചീത്തപ്പേര് നമുക്കാവും. നമ്മളാവും അനാമികയെ അപായപ്പെടുത്തിയതെന്ന് ഉള്ളൊരു പേരും നമ്മുടെ തലയിൽ മുദ്ര കുത്തും.
അതുകൊണ്ട് വാ മോളെ നീ സ്കൂട്ടി എടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവർ സ്കൂട്ടി എടുത്ത് അങ്ങ് പോവുകയാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ അനാമിക ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെ ഇവിടുന്ന് പുറത്തു പോകും? ഇവിടുന്ന് പോയാൽ മാത്രമേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ എൻ്റെ അനിയൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇരിക്കുകയാണ്. ഈ സമയം നന്ദു ചേച്ചി അവരുടെ കാർ എവിടെ കിടന്നതെന്ന് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് മോളെ, എന്ന് നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒഴിഞ്ഞ ഗോഡൗണിലോ അവിടെ വല്ലയിടത്തൊക്കെ അവളെ അന്വേഷിക്കാം. ചിലപ്പോൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോയതാണെങ്കിലോ? അത് ശരിയാ, മോള് വണ്ടി എടുക്ക് എന്നും പറഞ്ഞ് നന്ദു വണ്ടി എടുത്തു. നയന വണ്ടി കയറിയിരുന്ന് അങ്ങനെ പോവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.